ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു പൂരം കൂടാൻ വേണ്ടി പോയാലോ. അതായത് എൻ്റെ ചെറിയമ്മയുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിലെ പൂരമാണ്, കുതിരവേലയാണ് കേട്ടോ. അപ്പോൾ നമുക്കത് കൂടാൻ വേണ്ടി പോകാം. ഞാൻ എല്ലാ കൊല്ലം വ്ളോഗ് ഇടുന്നതാണ്. ഇപ്പം ഞാനുള്ളത് വിച്ചുവിൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ എന്നെ അച്ഛനും അമ്മയും ചേച്ചിയും കൂടി പിക്ക് ചെയ്യും. ഞങ്ങൾ ഒരുമിച്ചാണ് പൂരം കൂടാൻ വേണ്ടി പോണത്. അപ്പോൾ നമുക്കതിന് മുന്നേ ആയിട്ട് ചെറുതായിട്ട് മേക്കപ്പ് ചെയ്യാം. ബാക്കിൽ ഇതാ വാമി നിൽക്കുന്നുണ്ട്. വാമിനെ കാണിച്ചു തരാം. ഓക്കെ, മമ്മി ഹായ് പറഞ്ഞേ. ഹായ്, സുഖം ചോദിക്കും എല്ലാവരോടും. സുഖാണോ ചോദിക്കി. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. സബ്സ്ക്രൈബ് അറിയൂല. ഓക്കെ, അപ്പോൾ വിച്ച് പോണ കാരണം എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. വിച്ചിൻ്റെ കസിൻസും എല്ലാവരും വന്നിട്ടുണ്ട്. വിച്ച് പോയി കേട്ടോ. അപ്പോൾ നമ്മൾ ഈവനിങ് ആണ് പൂരത്തിന് പോകാൻ നിൽക്കുന്നത്. വിച്ച് ഉച്ചയ്ക്ക് പോയി. യെസ്, അപ്പോൾ നമുക്ക് റെഡി ആയല്ലോ. ഓക്കെ ഓക്കെ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് സൺസ്ക്രീൻ ഇട്ട് തുടങ്ങാം. കാരണം വെയിലാണ്. അപ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് നല്ല രീതിക്ക് ടാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന അക്കോളജിക്കയുടെ സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ ഈ ഒരു ഇത് വേണോ, പ്രസ് ബട്ടൺ അമരുന്നില്ല കേട്ടോ. ഞാൻ വാമിക്ക് ഇട്ട് കൊടുക്കട്ടെ. ചുമ്മാ അതാ ഇട്ടു പറ്റിച്ച്. അതെ ഇത് കുറച്ചിട്ടുണ്ട്, കുറച്ച് പറ്റി. അപ്പോൾ നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാനിത് സെറ്റ് ചെയ്യാൻ എടുക്കുന്നത് ടാൽക്കം പൗഡർ അല്ല, മെബ്ലൈൻ്റെ ഈ ഒരു കോമ്പാക്ട് പൗഡറാണ്. ഇതാകുമ്പോൾ പിന്നെ എനിക്ക് വേറെ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റയടിക്ക് പണി തരും. പിന്നെ എൻ്റെ ഫേസിലെ ഓയിലൊക്കെ ഒറ്റയടിക്ക് പോകും കേട്ടോ. എനിക്ക് മാമിയുടെ സൗണ്ട് കേൾക്കാം. മാമി ബാക്ക്ഗ്രൗണ്ടിൽ മറ്റേ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഹലോ ഗൈസ് പറയും. സ്പ്രേ അടിച്ചു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. ഞാൻ ചെറിയൊരു കൺഫ്യൂഷനിലാണ്. ഇത് ഫുൾ മെബ്ലൈൻ്റെ ഷെയ്ഡ്സ് ആണ് കേട്ടോ. ഇത് വന്നിട്ട് 130 ആണ് എക്സ്ട്രാ. ഇത് 50 വിക്ഡ്. ഇത് 75 ഫൈറ്റ്. ഞാൻ മിക്കതും ഫൈറ്റർ ആയിരിക്കും അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. ഒരു ബ്രൗൺ മിക്സാണ്. ഇത് പുതിയതാണ് കേട്ടോ എൻ്റെ. ബാക്കി രണ്ടും ഞാൻ കുറച്ചായി യൂസ് ചെയ്യുന്നതാണ്. ഇത് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്കപ്പോൾ ഐ ഷേഡ് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് മാഴ്സിൻ്റെ ബാക്ക് ടു ബേസിക്സ് എന്ന് പറഞ്ഞ പാലറ്റാണ്. ഇതൊന്നും ഞാൻ സ്ഥിരം അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് തന്നെ നമുക്ക് കുറച്ച് അപ്ലൈ ചെയ്യാം. മാമി ഇവിടെ എല്ലാവർക്കും പെർഫ്യൂം അടിച്ചു കൊടുക്കാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് കണ്ണെഴുതാം കേട്ടോ. അപ്പോൾ ഞാൻ കണ്ണെഴുതാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന ഇൻസൈറ്റിൻ്റെ ഐലൈനറും അതുപോലെ തന്നെ ബ്ലൂ ഹെവൻ്റെ മസ്കാരയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് കണ്ണെഴുതിട്ട് വരാം. കാരണം എനിക്ക് സ്ക്രീനിൽ നോക്കി കണ്ണെഴുതാൻ അറിയില്ല. സോ മിററിൽ നോക്കി ഞാൻ അതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കംപ്ലീറ്റ് ലുക്ക് കഴിഞ്ഞു. ഞാൻ കുറച്ച് ജ്വല്ലറീസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒന്നുമില്ല, ഈ 2 ബാങ്കിലിട്ടു, പിന്നെ സിന്ദൂരം തൊട്ടു, ഇത്രയേ ഉള്ളൂ. ഹെയർ ഞാൻ അവിടെ ചെന്നിട്ട് അഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ കുറച്ച് ലേറ്റായി. അപ്പോൾ എന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം താഴോട്ട് പോവാം. അപ്പോൾ ബാക്കി ചെറിയമ്മയുടെ വീട്ടിൽ വന്നിട്ട് കാണാം കേട്ടോ. വേലൂർ സെൻറ്ററിൽ എത്തിയപ്പോൾ തന്നെ ഓരോ കമ്മിറ്റിക്കാരുടെയും കുതിരകൾ അമ്പലത്തിലേക്ക് പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇവിടുത്തെ കമ്മിറ്റിയുടെ പേരൊന്നും ഞങ്ങൾ അറിയില്ല കേട്ടോ. പക്ഷെ കുതിരേനെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കാരണം ഇപ്പോൾ ഒരു 4-5 കൊല്ലമായിട്ട്, 4-5 എനിക്ക് തോന്നുന്നു 6-7 കൊല്ലമായിട്ട് ഞാനിവിടുത്തെ പൂരം കൂടുന്നുണ്ട് കേട്ടോ. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കുതിരകളെ കയറ്റാൻ ഓരോ കമ്മിറ്റിക്കും ഓരോ ടൈമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അവർ കമ്മിറ്റിയുടെ അവിടെ നിന്ന് ഇറങ്ങാറുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ കുതിര നമ്മുടെ ബാക്കിലുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ മുത്തശ്ശൻ പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു, നമ്മളെയും കാത്തിട്ട്. മുത്തശ്ശൻ ഒരു ഹായും കൊടുത്ത് ഞാൻ നേരെ പോയത് ഡോറയുടെ അടുത്തേക്കാണ് കേട്ടോ. ഡോറേനായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഡോറേനെ കണ്ടതാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളെ പറയാൻ പറ്റിയുള്ളൂ. ഇന്ന് കുറേ കാര്യങ്ങൾ ഡോറേനായിട്ട് സംസാരിച്ചു കേട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ എനിക്ക് വട്ടാന്നല്ലേ. കാരണം ഡോറേനായിട്ടൊക്കെ സംസാരിക്കാൻ നിൽക്കുക എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഒരു പെറ്റ് പാരൻസിനെ മനസ്സിലാവുള്ളൂ കേട്ടോ. എന്തായാലും അവിടെ നിന്ന് ഞാൻ ഇറങ്ങിയിട്ട് നേരെ അടുക്കളയിൽ പോയിട്ട് കുറച്ച് ചോറും അതുപോലെ തന്നെ കുറച്ച് മീൻകറിയും കുറച്ച് ബീഫും കൂട്ടിയിട്ട് ഒരു പിടുത്തം പിടിച്ചു കേട്ടോ. എൻ്റെ കൂടെ വേറെ ആരും ഇരുന്നില്ല കേട്ടോ. ഞാൻ മാത്രമാണ് ഇരുന്നത്. എനിക്ക് ഈ വിശപ്പിൻ്റെ വിളി ഇടയ്ക്കിടയ്ക്ക് വരുന്ന കാരണം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഞാൻ ചോറുണ്ണാറുണ്ട്. അതേപോലെ തന്നെ ഇപ്പം നല്ല രീതിക്ക് ഞാൻ വെയിറ്റും കൂടിയിട്ടുണ്ട്. ഒറ്റയടിക്കാണ് ഞാൻ 6 കിലോ ഒക്കെ കൂടിയത് കേട്ടോ. കല്യാണ സമയത്ത്, അതായത് ജനുവരി 9 വരെ ഞാൻ 56 ആയിരുന്നു. ഇപ്പോൾ ഫെബ്രുവരി
64 തോന്നുന്നു, 4 5. ഇപ്പം എൻ്റെ വെയിറ്റ് 62 കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് വെയിറ്റ് കയറി. എന്തായാലും വെയിറ്റൊക്കെ കുറയ്ക്കണം. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഹെയർ ഒന്ന് കെട്ടി വെച്ചു. ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ടോ. ഇനി നമ്മൾ എവിടേക്കാണ് പോകണേ? പൂരപ്പറമ്പിലേക്ക് പോകാൻ കേട്ടോ. കാരണം നമ്മൾ പൂരം കാണാനല്ല വന്നത്, വീട്ടിലിരുന്ന് ഫുഡ് കഴിക്കാനല്ല. അപ്പോൾ വേഗം റെഡി ആയിട്ട് പൂരപ്പറമ്പിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു ഗ്രീൻ കളർ കോഡ് സെറ്റാണ്. പിന്നെ ഇതിൻ്റെ ലിങ്ക് ചോദിച്ചാലും വരരുത്, കാരണം ഇത് ഞാൻ സുഡിയോന്ന് മേടിച്ചതാണ്. ഞാൻ മേടിച്ചതല്ല, എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഞാനും മുത്തശ്ശനാണ് ആദ്യം നടന്നത് കേട്ടോ. ബാക്കിലേക്ക് നോക്കിയപ്പോൾ ആരെയും കാണാനില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ചോദിച്ചു ഓക്കെ, അവരെ വെയിറ്റ് ചെയ്താൽ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന്. കാരണം മുത്തശ്ശൻ്റെ കൂടെയാണല്ലോ പോണത്, അപ്പം മെല്ലെ നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അവിടെ എത്തിയപ്പോഴേക്കും അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് 1 2 3 4 കുതിരകൾ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൾറെഡി. അങ്ങനെ ഓരോ കമ്മിറ്റിയുടെയും കുതിരകൾ ഇതാ കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബാക്കിൽ ചേട്ടൻ ചെറുതായി പോസ് ചെയ്തോ എന്നൊരു സംശയം ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. ഇത് താലെടുക്കുന്നവരാണ് കേട്ടോ. അപ്പോൾ അവർക്ക് താലെടുക്കണം. ഇതൊന്ന് പുലർച്ചെ വരെ താലെടുത്ത് നിൽക്കട്ടെ ഇവർ. ഓക്കെ, അപ്പോൾ ഇവർ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം. എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം കുറേ പേരുണ്ടായിരുന്നു, ചെറിയമീൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഒരാൾ ഫോണും പൊക്കി പിടിച്ച് നടക്കുന്നു. വേറെ ആരുമല്ല കേട്ടോ, ഇതെൻ്റെ അച്ഛനാണ്. ഇനിയിപ്പോൾ ഞാൻ വ്ളോഗ് എടുത്ത് എൻ്റെ കുടുംബം മൊത്തം വ്ളോഗ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അച്ഛനായാലും അമ്മയായാലും നല്ല രീതിക്ക് ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അച്ഛൻ കുറച്ച് കൂടുതലാണോ എന്നൊരു സംശയമുണ്ട്. എന്നേക്കാൾ കൂടുതൽ വീഡിയോ അച്ഛൻ പൂരത്തിൻ്റെ വ്ളോഗ് എടുത്തിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എവിടെയും പോസ്റ്റ് ചെയ്യാനൊന്നുമല്ല, ഫാമിലി ഗ്രൂപ്പ്സിൽ അയക്കാനാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ നടന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്, ഞങ്ങളുടെയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ആൾ പോർട്രേറ്റ് രീതിയിലാണ് വീഡിയോ എടുക്കുന്നത്, ഞാൻ ഹൊറിസോണ്ടൽ രീതിയിലാണ്. അത്രയും വ്യത്യാസമുള്ളൂ കേട്ടോ. ചെറിയമതായി ഈ ഒരു പിങ്ക് കളർ ചുരിദാറാണ് കേട്ടോ ഇട്ടേക്കുന്നത്. ഒരു അനാർക്കലി പോലത്തെ ചുരിദാറാണ്. ഇതൊക്കെ തോന്നുന്നത് 2ാമത്തെ 3ാമത്തെ ഡ്രസ്സാണ്. ഇവരിങ്ങനെ പൂരത്തിന് 4-5 ഡ്രസ്സ് മാറും കേട്ടോ. ഞാനിവിടെ നിൽക്കുകയാണെങ്കിൽ ഞാനും മാറും. പക്ഷേ ഇന്ന് ഞാനിവിടെ നിൽക്കുന്നില്ല കേട്ടോ. സാധാരണ ഞാൻ 3 ദിവസത്തെ പൂരം കൂടിയിട്ടാണ് തിരിച്ച് ചാവക്കാട് പോകാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് തീരെ വയ്യ, ഭയങ്കര കഫക്കെട്ടും അതുപോലെ തന്നെ പനിയൊക്കെ ആയ കാരണം ഞാൻ വിചാരിച്ചു ഓക്കെ ഇപ്രാവശ്യം വിട്ടേക്കാം, അടുത്ത പ്രാവശ്യം നമുക്ക് 3 ദിവസത്തും നിന്ന് പൂരം കൂടാന്ന് കേട്ടോ. പിന്നെ നിങ്ങൾക്കറിയാലോ ഞാൻ എന്തിനാണ് പൂരപ്പറമ്പിലേക്ക് വരണേന്ന്. മെയിനായിട്ട് ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ആദ്യം ട്രൈ ചെയ്തത് ചെന്ന മസാലയാണ്. ലാസ്റ്റ് ടൈം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പൂരപ്പറമ്പിൽ ഇത് കഴിച്ചപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല കേട്ടോ. സെയിം ഇവിടുത്തെ എനിക്കിഷ്ടമായില്ല. പണ്ടത്തെ ആ ഒരു ടേസ്റ്റ് ഇതിന് കിട്ടുന്നില്ല കേട്ടോ. എന്ത് പറ്റിയെന്നറിയില്ല. കടലൊക്കെ ഭയങ്കര കുറവാണ്. അതുപോലെ തന്നെ ക്യാബേജ് ഒന്നും എന്താ പറയുക, വെറുതെ ഇങ്ങനെ ഇട്ടേക്കാണ് കേട്ടോ. ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരം ആ പടക്കം പൊട്ടണതൊക്കെ കണ്ടിട്ട് ഞാൻ പിന്നെ ഇതാ അടുത്ത ഫുഡ് സ്റ്റാളിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് 2 പ്ലേറ്റ് കോളിഫ്ലവർ ഫ്രൈയും അതുപോലെ തന്നെ ബജ്ജി വാങ്ങി കേട്ടോ. ഇതെനിക്ക് മാത്രമല്ല കേട്ടോ, അമ്മമ്മയും മുത്തശ്ശനൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അവരെ നമ്മൾ അവിടെ ആലിൻ ചോട്ടിൽ ഇരുത്തിയിട്ടുണ്ട്. സോ അവർക്ക്
കൊടുക്കണം, അതുപോലെ തന്നെ എനിക്കും കഴിക്കണം. അപ്പം ഞാനും അമ്മയും അതുപോലെ തന്നെ മുത്തശ്ശനും അമ്മമ്മയും കൂടിയിട്ട് ഈ ഒരു മുളകാ ബജ്ജിയാണോ കായ ബജ്ജിയാണോ എന്നറിയില്ല, ബജ്ജിയും അതുപോലെ തന്നെ ഈ ഒരു ഫ്രൈയും കഴിക്കാനും കേട്ടോ. ഫ്രൈ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ചൂടും ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കോളിഫ്ലവർ ഫ്രൈ ഞാൻ എത്ര വീട്ടിലുണ്ടാക്കാൻ നോക്കിയാലും ഇതേപോലെ വരില്ല കേട്ടോ. എന്താ ഇതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് എന്നറിയില്ല, അറിയുന്നവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിനുശേഷം എന്താ വീട്ടിലെത്തി, പിന്നെ എൻ്റെ ആൽബം കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അതാ ഞാനിവിടെ എല്ലാവരെയും കാണിക്കാൻ കേട്ടോ. മുത്തശ്ശനെയും അമ്മമ്മേനെയും ചേച്ചീനെയും അമ്മേനെയും അച്ഛനെയും അതുപോലെ തന്നെ ചെറിയമ്മേനെയും ചെറിയച്ഛനെയും എല്ലാവരെയും കാണിക്കാൻ കേട്ടോ. മനുവേൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു കേട്ടോ പൂരത്തിന്, അവരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ദാ ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ, കാരണം ഓൾറെഡി നേരത്തെ ഒരു ട്രിപ്പ് കഴിഞ്ഞുവല്ലോ. ബീഫും അതുപോലെ തന്നെ മീൻകറിയും കൂട്ടിയിട്ട് ചോറുണ്ട് കേട്ടോ. പിന്നെ പുറത്തിരുന്നപ്പോൾ ഭയങ്കര തിരക്കാണ് കേട്ടോ, റോട്ടിലൊക്കെ ഇങ്ങനെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഞാൻ കുറച്ച് വീഡിയോ എടുത്തു കേട്ടോ. ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്ന് നിൽക്കുന്നില്ല, ഞാനല്ല അച്ഛനും അമ്മയും ചേച്ചിയൊന്നും നിൽക്കുന്നില്ല, തിരിച്ച് പോവുകയാണ്. കാരണം നമ്മുടെ കുക്കു നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ബോർഡിങ്ങിൽ. അപ്പോൾ അവളെ എടുത്തിട്ട് വേണം ഇനി വീട്ടിലേക്ക് പോകാനായിട്ട്. നമ്മൾ കുക്കുവിനെ ഡേ കെയർ അല്ലെങ്കിൽ ബോർഡിങ്ങിലൊക്കെ ആക്കുന്നത് കുന്നംകുളത്തുള്ള പെറ്റ് ഹൗസിലാണ് കേട്ടോ. എനിക്ക് ട്രസ്റ്റ് ചെയ്തിട്ട് അവരെ ഏൽപ്പിക്കാൻ പറ്റും, കാരണം അവർ അത്രയും നന്നായിട്ട് എൻ്റെ കുക്കുവിനെ നോക്കുന്നുണ്ട് കേട്ടോ. അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. ലാസ്റ്റ് ഒരു 2.5 years ആയിട്ട് നമ്മൾ അവിടെ തന്നെയാണ് കേട്ടോ കുക്കുവിനെ നോക്കാൻ കൊടുക്കുന്നത്. പിന്നെ ഇപ്പോൾ അവൾ എന്താ കാര്യമായിട്ട് നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവളുടെ അമ്മ ദാ മെഡിക്കൽ ഷോപ്പിലേക്ക് പോയിട്ടുണ്ട് എനിക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട്. എനിക്ക് നല്ല കഫക്കെട്ടാണല്ലോ, ഇപ്പോഴും സൗണ്ടൊന്നും കറക്റ്റായിട്ട് വന്നിട്ടില്ല, അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾക്ക് അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ആര്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പൂരം വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി തിരിച്ച് ഞാൻ എൻ്റെ വിച്ചുവിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അച്ഛനും അമ്മയും എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യും, അവർ നേരെ ചാവക്കാട് പോകട്ടോ. അപ്പോൾ ഈ ഒരു പൂരം വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ബൈ, ലവ് യു ഓൾ.